ഹായ് ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് കൂട്ടുകാരെ. അപ്പോൾ ഇത് നല്ല കിടിലൻ മാങ്ങ പച്ചടിയാണ് കേട്ടോ. വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള നല്ല അടിപൊളി പഴുത്ത മാങ്ങ കൊണ്ടുള്ള മാങ്ങ പച്ചടിയാണ്. വളരെ സ്പെഷ്യലാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് 10 മിനിറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് അറിയേണ്ട കൂട്ടുകാർക്ക് അതിനായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. കണ്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നമുക്കിതിന് വേണ്ട ഐറ്റംസ് എല്ലാം ഒന്ന് നോക്കിയിട്ട് വന്നാലോ ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് കിടിലൻ മാങ്ങ പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല പഴുത്ത മാങ്ങ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഷേപ്പിൽ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനൊന്ന് വേവിക്കാൻ വെക്കാം. കുറച്ച് ഉപ്പും ഇടണം. ഇനി നമുക്ക് പഴുത്ത മാങ്ങ കൊണ്ട് പച്ചടി ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഈ ഐറ്റംസ് ആണ് കേട്ടോ. നമ്മൾ ഒരു മുടി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് കടുകാണ്. 1/4 സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസ് നമുക്ക് മിക്സിയിലൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ മിക്സിയിൽ കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനെ മാങ്ങയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല പഴുത്ത മാങ്ങയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലോട്ട് ഇതൊന്ന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ മാങ്ങയൊക്കെ നന്നായിട്ട് ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ഇതിനെ അങ്ങോട്ട് വേവിച്ചെടുക്കാനും പറ്റില്ല. ഒരു ഹാഫ് ബോയിൽ പോലെ പറ്റുള്ളൂ. നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് അതിൽ കൂടുതൽ നമ്മളിത് വേവിക്കാൻ പാടില്ല. പച്ചമാങ്ങയല്ല, ഇത് പഴുത്ത മാങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തുടയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റിൽ കൂടുതലൊന്നും ഇത് വേവിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ അരച്ച് വെച്ച ആ തേങ്ങൻ്റെ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഉപ്പൊക്കെ ഇത്തിരി കുറവുണ്ട്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മുളക് നമുക്ക് 2ാം പ്രാവശ്യം ചേർത്ത് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യം തന്നെ എടുക്കുമ്പോൾ തന്നെ എരിവിനനുസരിച്ച് നമ്മൾ പച്ചമുളക് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം തിളപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ മാങ്ങ പച്ചടിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ കറിവേപ്പിലയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു പച്ചടി. സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ പഴുത്ത മാങ്ങയും കൊണ്ടാവുമ്പോൾ നമുക്കൊരു 10 മിനിറ്റ് പോലും ഇതിന് സമയം വേണ്ടി വരില്ല കേട്ടോ. അത്രയും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ വിഷുവൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും മാങ്ങ പച്ചടിയും ഈ ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ ഒക്കെ ഉണ്ടാക്കി നോക്കാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മടിക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തെടുത്താലോ ഇതിന്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മാങ്ങ പച്ചടി ഇത് അവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. നല്ല പഴുത്ത മാങ്ങ കൊണ്ടുള്ള മാങ്ങ പച്ചടിയാണ്. വിഷു സ്പെഷ്യലാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത് കൂട്ടുകാരെ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.